സൗദി സ്പെഷ്യൽ വറുത്തരച്ച ചിക്കനും പിന്നെ നമ്മളുടെ സ്വന്തം ഉപ്പുമാവും. വെള്ളിയാഴ്ച രാവിലെ മച്ചാനിത് പോരളിയാ പെർഫെക്റ്റ്. ഓക്കെ, ബാക്കി എനിക്കറിയില്ല കേട്ടാ. അപ്പോൾ ഇതാ ഈ ഒരു വറുത്തരച്ച ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് കനം കുറച്ച് നീളത്തിലരിഞ്ഞ 3 സവാള ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കേട്ടാ. അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ അങ്ങോട്ട് മാറി വരുമ്പോഴേക്കേ നമ്മുടെ സ്വന്തം പൊടികളായിട്ടുള്ള, അല്ല സൗദിക്കാരുടെ സ്വന്തം പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആ പൊടികളുടെ പച്ചക്കുത്ത് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കനും ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലോടെ ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഈ മസാല ചിക്കനിൽ നല്ല കോട്ട് ചെയ്ത് വരുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടെ ഒന്നും കൂടെ നേരം മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചോളൂ കേട്ടോ. ഈ ചിക്കനിൽ തന്നെ അത്യാവശ്യം നല്ലോണം വെള്ളം ഇറങ്ങി വരുന്നേ. ഇനി എന്തെങ്കിലും ഒരു സംശയമുള്ളവരാണെങ്കിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. ഇനി ഇത് നല്ലോണം അത് അവിടെ കിടന്ന് അങ്ങനെ വേവട്ടെ കേട്ടോ. ആ നേരം കൊണ്ടേ വേറൊരു പാനിലോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു 3-4 ചെറിയുള്ളിയുടെ ചേർത്തിട്ട് നല്ല ചുമക്കനെ അങ്ങോട്ട് വറുത്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ഒരു 4 കശുവണ്ടിയും പിന്നെ ഒരു 3/4 ടീസ്പൂണോളം പെരിഞ്ചീരകവും 2 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തോളൂ കേട്ടോ. ഇതിൻ്റെ ആ ഒരു ചൂടാറി കഴിഞ്ഞാൽ കുറച്ച് വെള്ളമോടെ ചേർത്തിട്ട് നല്ല മഷി പോലെ അങ്ങോട്ട് അടിച്ചെടുക്കുക. ഇനി നമ്മളുടെ ഈ ഒരു വെന്ത് വന്ന ചിക്കനിലോട്ടെ ഈ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ആ ഒരു മിക്സിയുടെ ജാറ് കഴിയിട്ടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചോളൂ കേട്ടോ. ഇത് നല്ല തിളച്ച് വരുന്ന സമയത്ത് 3/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിയിലൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്തോളൂ. ഇനി താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ നെയ്യും കൂടെ ചൂടാക്കിയിട്ട് ചെറുതാക്കി എറിഞ്ഞ ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലോടെ ചേർത്തിട്ട് നല്ല ചുമക്കനെ അങ്ങോട്ട് മൂപ്പിച്ചിട്ട് നമ്മളെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കൈയോടുകൂടി തന്നെ അടച്ചു വെച്ചോട്ടെ. ഒരു